അടുക്കൽ എം ലിജു, നമ്മൾ ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം താനെയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് പണം തട്ടിപ്പറിക്കാനുള്ള ഒരു രീതിയാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പാണ്, കരാറുകളിൽ നിന്ന് പണം മോഷ്ടിക്കാനുള്ള സംവിധാനമാണ്. ഇതിപ്പോ 15-ാം തീയതി സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി വാദിക്കുന്നു എന്ന ഒരു സമീപനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചു മുമ്പാണ് അങ്ങ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഞങ്ങൾക്ക് എതിർപ്പില്ല, അതിന്റെ സുതാര്യതയെക്കുറിച്ചാണ് ഞങ്ങളുടെ എതിർപ്പ് എന്ന്. ഈ വിവരം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഉണ്ടായിരുന്നോ? ഈ പറയുന്ന നിലപാട് നേരത്തെ ഉണ്ടായിരുന്നോ? ഇലക്ട്രൽ ബോണ്ടുകൾ എന്റെ പാർട്ടിക്ക് വേണ്ട, അത് സുതാര്യമല്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല മധു. ഇലക്ട്രൽ ബോണ്ടുകൾ എന്നത് പരിഷ്കൃത സമൂഹങ്ങളെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ രാജ്യങ്ങളിലും നിലവിലിരിക്കുന്ന ഒരു സംഭാവന രീതിയാണ്. അപ്പോൾ അതിനെ കോൺഗ്രസ് എതിർത്തിട്ടില്ല. അതിൻ്റെ ആ ആംഗിളാണ് മനസ്സിലാക്കാത്തത്. അതിനെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വാദം. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം എന്നത് ഇലക്ട്രൽ ബോണ്ടിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടന്നു. കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു മഹിളാ കോൺഗ്രസ് നേതാവ്, ഐ തിങ്ക് സുധാ താക്കൂർ എന്നാണ് എനിക്ക് തോന്നുന്നു പേര്, അവർ ഇതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ കക്ഷി ചേർന്നിരുന്നു. കോൺഗ്രസിൻ്റെ പത്രസമ്മേളനങ്ങളെല്ലാം തന്നെ നിരവധി സമയത്ത് ഈ ഇലക്ട്രൽ ബോണ്ടുകളെക്കുറിച്ചുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ ആര് കൊടുത്തു, ആര് വാങ്ങിയതിൻ്റെ കണക്ക് പുറത്തുവിടുമ്പോൾ തന്നെ BJP നടത്തിയ വലിയ അഴിമതി പുറത്തു വരുമെന്ന് പലതവണ കോൺഗ്രസ് നേതാക്കൾ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മുൻപ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് വെക്കുന്ന വാദഗതി എന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് BJP നടത്തിയ വലിയ കൊള്ളയെക്കുറിച്ചാണ്. ഇവിടെ നേരത്തെ മേഘ എഞ്ചിനീയറിംഗ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഈ താനെ ബോറിവാലി ട്വിൻ ടണൽ 14,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. L&T 6,625 കോടി രൂപ കോട്ട് ചെയ്തപ്പോൾ 7,464 കോടി രൂപ കോട്ട് ചെയ്ത മേഘ എഞ്ചിനീയറിംഗിനാണ് വർക്ക് കിട്ടിയത്. ഞങ്ങൾ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന് ഇപ്പോൾ കണക്ക് പുറത്തു വരുന്നതനുസരിച്ച് മേഘ എഞ്ചിനീയറിംഗ് 1,200 കോടി രൂപ കൊടുത്തിരിക്കുന്നു. സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നു. നേരത്തെ ഈ അദാർ പൂനാവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് മാത്രം മോണോപ്പൊളി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത പണം, അതുപോലെ നിരവധി കണക്കുകൾ. അപ്പം ഞങ്ങളിത് തീർച്ചയായിട്ടും ഇത് പുറത്തു വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള സിസ്റ്റമല്ല, ഇലക്ട്രൽ ബോണ്ടുകളെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കണക്ക് പൂർത്തിയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്ത് കോൺഗ്രസ് ഇതിൻ്റെ പരിപൂർണമായ കണക്ക് പുറത്തുവിടും.